ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതമിനെ കൊല്ലാൻ വേണ്ടി CKC ശരവണനെ ഏർപ്പാടാക്കിയതും അങ്ങനെ എല്ലാ കാര്യവും പോലീസ് വന്ന് വീട്ടിൽ വന്ന് പറയാട്ടോ. നിധിയോടും പാർവതിയോടും അങ്ങനെ ഇവരോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ശിവാനി അപ്പുറത്ത് നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ശിവാനിയാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുമല്ലോ. ഇന്ന് CKC ശരവണനുമായി സംസാരിക്കാൻ എന്നോട് കൂടി ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞാൻ കൂടി ഉണ്ട് എന്നുള്ളത് ഇവരറിയും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിച്ചേ മതിയാവൂ എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്. ശിവാനി ജ്യോതിർമയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണേ, എനിക്ക് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ശിവാനി പോയി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജ്യോതിർമയോട് കാര്യങ്ങളൊക്കെ പറയാണ്. പോലീസിന് നമ്മളിൽ സംശയമുണ്ട്. ആ ശരവണൻ ഇന്ന് വന്ന് നമ്മളോട് സംസാരിക്കുന്നതെല്ലാം തന്നെ പോലീസ് ഗൗതമിനെയും നിധിയെയും ഒളിച്ചിരുത്തി കാണാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ശരവണനെ കൈയോടെ പൊക്കാനാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശിവാനി ജ്യോതിയോട് പറയുന്ന സമയത്ത് ജ്യോതിർമയി പറയാണ്, നീ എന്തിനാണ് ശിവാനി പേടിക്കുന്നത്? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇന്ന് ശരവണനുമായി നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല അത് പറ്റില്ല, ഞാനാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ എന്നെ താമസിപ്പിക്കാൻ അവർ അനുവദിക്കില്ല. അതുകൊണ്ട് വേണ്ട ആൻറ്റി, നമുക്ക് വേറൊരു ദിവസം ശരവണനുമായി മീറ്റ് ചെയ്യാം. ഇപ്പോൾ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തേക്ക്, പോലീസ് ശരവണനെ പിടിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ, ഇല്ല ശിവാനി, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നിധിയെയും ഗൗതമിനെയും എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ഒരു വഴിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നിധിയെ കൊല്ലണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതല്ലേ, അത് ഉറപ്പായും നടന്നിരിക്കണം എന്നുള്ളത് കൂടി പറയാട്ടോ. അപ്പോൾ എന്താണ് ആൻറ്റി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജ്യോതി കാര്യങ്ങളൊക്കെ ശിവാനിയോട് പറയാട്ടോ. അപ്പോൾ ശിവാനി അത് കേട്ടപ്പോൾ പറയാം, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഇത് നല്ലൊരു മാർഗം തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്നും പറഞ്ഞ് ശിവാനി പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. അങ്ങനെ ജ്യോതിർമയി ശിവാനിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, ഇന്നത്തെ മീറ്റിങ്ങിൽ നീ എന്തായാലും പങ്കെടുക്കണ്ട, നീ വരണ്ട, നിനക്ക് പകരം അവിടേക്ക് വസുന്ധരയാണ് വരേണ്ടത്, വസുന്ധരയെ നീ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവട്ടെ. പിന്നെ ഞാൻ തന്നെ വസുന്ധരയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. നിധിയെ കൊല്ലാൻ വേണ്ടി ശരവണനുമായി ഇന്ന് നമുക്ക് സംസാരിക്കാം എന്നുള്ളത് കേട്ടാൽ ഉറപ്പായും വസുന്ധര അവിടേക്ക് വരാതിരിക്കില്ല. അപ്പോൾ വസുന്ധരയോടാണ് ഇന്ന് അവിടേക്ക് വരാൻ വേണ്ടി പറയേണ്ടത്. അത് കാണുന്ന നിധിയും ഗൗതമും പോലീസ് മനസ്സിലാക്കാൻ പോകുന്നത് ശരവണനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്ന ആ പെൺകുട്ടി അത് നീയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവില്ല. അതെല്ലാം വസുന്ധരയാണ് ചെയ്തത് എന്നാണ് അവർ മനസ്സിലാക്കൂ എന്ന് പറയാട്ടോ. അത് കേട്ടപ്പോൾ ശിവാനി സേഫാണെന്നുള്ളത് മനസ്സിലാവാണ്. അപ്പോൾ വസുന്ധരയാണ് ഈ ഒരു കുടുക്കിൽ പെടാൻ പോകുന്നത് എന്ന് ശിവാനിക്ക് മനസ്സിലാവാണ്. അങ്ങനെ ശിവാനി സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. ഈ സമയം ഗൗതമും നിധിയും ACP പറഞ്ഞതുപോലെ തന്നെ അവിടേക്ക് എത്താണ്. ശരവണനും CKCയും കൂടി ഇന്ന് സംസാരിക്കുന്ന ആ ഭാഗത്തേക്കാണ് കേട്ടോ അവർ ചെല്ലുന്നത്. എന്നിട്ട് പോലീസും നിധിയും ഗൗതമും മറഞ്ഞു നിൽക്കുകയാണ്. CKCയും ശരവണൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയും ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് കാറിൽ വന്ന് ആ സ്ത്രീ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആ സ്ത്രീയെ കണ്ടതോടുകൂടി ഗൗതമും നിധിയും പോലീസും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത വസുന്ധരയാണ് എന്ന് കാണുമ്പോൾ അവരങ്ങ് തകർന്നു പോവാണ്. കാരണം വസുന്ധര ഒരിക്കലും ഗൗതമിനെ കൊല്ലാൻ കൂട്ടു നിൽക്കില്ല എന്നുള്ളത് അവർ ആ സമയം ചിന്തിച്ചു പോവാട്ടോ. അപ്പോൾ CKCയുടെ കൂടെ വസുന്ധരാമ കൂടി ചേർന്നിട്ടാണോ ശരവണന് കൊട്ടേഷൻ കൊടുത്തത് എന്ന് വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിധിയും ഗൗതമും അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ നിധിയും ഗൗതമും കാറിൽ വരുന്ന സമയത്ത് വസുന്ധരയെക്കുറിച്ച് ചെറിയൊരു സംശയം ഗൗതം പറയുമ്പോൾ നിധിയാണ് പറയുന്നത്, ഒരിക്കലും വസുന്ധര മേഡം അതൊന്നും ചെയ്യില്ല. വസുന്ധര മേഡത്തിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൗതമിനെ. ഇതിൻ്റെ പിറകിൽ ശിവാനിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ശിവാനി തന്നെയാണ് ഇതിനൊക്കെ CKCയുമായിട്ട് മുന്നിട്ട് നിന്നിട്ടുണ്ടാവുക. CKCയും ജ്യോതിർമയും ശിവാനിയും ഇപ്പോൾ നല്ല കൂട്ടല്ലേ, ശിവാനി തന്നെയാവും ഇതിൻ്റെ ഒക്കെ പിറകിലുണ്ടാവുക. നമുക്കിന്ന് അവിടെ പോയി കണ്ടാൽ എല്ലാ കാര്യവും മനസ്സിലാവുമല്ലോ എന്നൊക്കെയാണ് കേട്ടോ നിധി ആ സമയത്ത് ഗൗതമിനോട് കാറിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ നിധിയുടെ ആ ഒരു പ്രതീക്ഷ തന്നെ തകിടം മറിച്ചുകൊണ്ടാണ് വസുന്ധരയുടെ വരവ് കണ്ടതോടുകൂടി ഗൗതമും നിധിയും അങ്ങ് തകർന്നു പോവാണ്. അപ്പോൾ വസുന്ധരയും CKCയും ശരവണനും കൂടി സംസാരിക്കുന്നതൊന്നും പോലീസും നിധിയും ഗൗതമും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ വസുന്ധര പറയാണ്, എനിക്ക് ആ നിധിയാണ് ഇല്ലാതാക്കേണ്ടത്. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ ഒഴിഞ്ഞു പോകണം, അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം. അവളെ കൊണ്ട് വല്ലാത്തൊരു തലവേദനയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിധിയെ നിങ്ങൾ ഇല്ലാതാക്കണം, അവളെ കടത്തി കൊണ്ടുപോകണം. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയാട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ CKC പറയാണ്, അതിനെന്താണ് ശരവണൻ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. നിധി ഇനി ഒരിക്കലും ഗൗതമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ വസുന്ധര CKCയോട് പറയാണ്, നിങ്ങൾക്ക് എൻ്റെ ഗൗതമിനെ കണ്ടൂടാ എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ബിസിനസ്സിലെ ശത്രു എൻ്റെ ഗൗതമാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടി CKC എൻ്റെ ഗൗതമിനെ വെറുതെ വിടണം. അവൻ എൻ്റെ മോനാണ്. അവനെ ഒരിക്കലും നിങ്ങൾ വേദനിപ്പിക്കരുത്, അവനെ നിങ്ങൾ ഉപദ്രവിക്കരുത്. എനിക്ക് വേണ്ടി എൻ്റെ മോനെ നിങ്ങൾ വെറുതെ വിടണം. ഞാൻ എൻ്റെ ഗൗതമിനെ എൻ്റെ ജീവനായിട്ടാണ് കാണുന്നത്. ഗൗതം
വന്നില്ലെങ്കിൽ ഞാൻ തകർന്നു പോവും. പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ഗൗതമിനെ CKC വെറുതെ വിടണം എന്നൊക്കെയാണ് CKCയോട് വസുന്ധര പറയുന്നത്. പക്ഷേ ഗൗതമും നിധിയും പോലീസും കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമായിരിക്കും. അവർ സംസാരിക്കുന്നതൊന്നും ഇവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഗൗതം പറയാണ്, ഒരിക്കലും അമ്മ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ അപ്പോൾ എന്നോട് സ്നേഹം അഭിനയിക്കുകയായിരുന്നല്ലോ. എന്നോട് എന്ത് സ്നേഹമായിരുന്നു അമ്മയ്ക്ക് എന്നോട്. സ്വന്തം പ്രസവിച്ച മോനെ പോലെയാണല്ലോ അമ്മ എന്നെ കണ്ടിരുന്നതും എന്നോട് പെരുമാറിയിരുന്നതും. അപ്പോൾ ഇതെല്ലാം വെറും അഭിനയമായിരുന്നോ എന്നൊക്കെ ഗൗതം സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിധിയോടും പോലീസിനോടും പറയുന്നത്. വസുന്ധര പറയാണ്, എനിക്ക് നിധിയാണ് വേണ്ടാത്തത്. നിധി ഒരിക്കലും എൻ്റെ ഗൗതമിൻ്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല. അവൾ എൻ്റെ ഗൗതമിനെ വിട്ടു പോവണം. അതുമാത്രമാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. അതോടുകൂടി എൻ്റെ ഗൗതമിനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഗൗതമിനോടുള്ള ശത്രുത അതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചേക്ക്. തൽക്കാലം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രശ്നവും ഗൗതമായിട്ട് ഉണ്ടാക്കില്ല. അതിനൊക്കെ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ഗൗതം ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സുമായി തകരാൻ ഒരിക്കലും ഗൗതം വരില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ CKC പറയണേ, ഇതാണ് എനിക്ക് വേണ്ടത്. ഈ ഒരു ഡീലിനോട് എനിക്ക് സമ്മതമാണ്. അപ്പോൾ നിധിയെ നമുക്ക് ഇല്ലാതാക്കാം. അത് തന്നെയാണ് ഇനി ശരവണ നീ ചെയ്യേണ്ടത്. ഗൗതമിനെ നീ വെറുതെ വിട്ടേക്ക്. എന്നിട്ട് വസുന്ധര പറയണേ, നിധിയെ കടത്തുന്നതിൻ്റെ പിറകിലൊക്കെ ഞാനാണെന്നുള്ളത് ഒരിക്കലും ആരും അറിയരുത്. അതാണ് എനിക്ക് വേണ്ടത്. ഇതിൻ്റെ പിറകിൽ ഞാനുണ്ട് എന്നുള്ളത് ഒരാൾ പോലും അറിഞ്ഞു പോവരുത് എന്നൊക്കെ CKCയോട് പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്നും വസുന്ധര പേടിക്കേണ്ട. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അല്ല, നിങ്ങൾ ഇനി എങ്ങനെയാണ് നിധിയെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത്? ആ ഒരു പ്ലാൻ കൂടി എന്നോട് പറ എന്ന് പറയുമ്പോൾ CKC പറയണേ, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇതൊക്കെ ശരവണൻ ഏറ്റോളും. ശരവണൻ നിധിയെ പൊക്കുമെന്ന് പറഞ്ഞാൽ അവൻ പൊക്കിയിരിക്കും. പിന്നെ പോലീസ് പിടിച്ചാലും ശരവണൻ തല പോയാലും നമ്മളുടെ ഒന്നും പേര് പറയില്ല. അതാണ് ഇവനെ കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുമ്പോൾ വസുന്ധര പറയണ, അതാണ് എനിക്കും വേണ്ടത്. ഒരിക്കലും എൻ്റെ പേരൊന്നും വെളിയിൽ വരരുത്. അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ നിനക്ക് ബോണസായിട്ട് ഞാൻ തന്നിരിക്കും എന്ന് പറയട്ടോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ ഗൗതം പറയണ, കണ്ടില്ലേ വസുന്ധരാമ ആ ഗുണ്ടയോട് എന്നെ കൊല്ലാൻ വേണ്ടി വന്ന് അവനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. എനിക്കത് കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ വിഷമത്തിൽ പറയുമ്പോൾ നിധി പറയാണ്, എനിക്കെന്തോ ഇതിലെന്തോ ഒരു സംശയമുണ്ട്. വസുന്ധര ആൻറ്റി എന്തിനാവും അവരുമായിട്ട് സംസാരിക്കാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? അവരെന്താവും സംസാരിക്കുന്നത്? എനിക്കെന്തോ ഇതിലൊരു പന്തികേട് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയണ, ഒരു പന്തികേടുമില്ല. ഇതിൻ്റെ ഒക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് വസുന്ധരാമ തന്നെയാണ്, അല്ലാതെ ശിവാനി ഒന്നുമല്ല. വസുന്ധരാമ തന്നെയാണ് എന്നെ കൊല്ലാനുള്ള ആളെ ഏർപ്പാടാക്കിയതും ഈ ശരവണനെ കൂട്ടുപിടിച്ചതും എന്ന് ഗൗതം അങ്ങ് ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ശിവാനിയാണ് ഇതിൻ്റെ പിറകിലെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയണ, അല്ല നിധി, നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതിൻ്റെ ഒക്കെ പിറകിൽ ഈ വസുന്ധരാമ തന്നെയാണെന്ന് ഗൗതം അങ്ങ് വിശ്വസിക്കുകയാണ്.